പ്രധാനമന്ത്രി മോദിയുടെ മലേഷ്യൻ സന്ദർശന വേളയിൽ മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി 10 നിർണായക കരാറുകളിൽ ഒപ്പുവെച്ചു. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാനും ഇന്ത്യ ആസിയാൻ വ്യാപാര കരാറിന്റെ പുനഃപരിശോധന വേഗത്തിലാക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. ഇന്ത്യ ആസിയാൻ കരാറിന്റെ പുനഃപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആവശ്യപ്പെട്ടു. ഇന്ത്യക്കും മലേഷ്യയ്ക്കുമിടയിലെ സഹകരണം ശക്തമാക്കാൻ 10 നിർണായക കരാറുകൾ സന്ദർശനവേളയിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. ഇന്നലെ മലേഷ്യൻ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി നരേന്ദ്രമോദിയെ സ്വീകരിച്ചിരുന്നു. പിന്നീട് മോദിക്ക് മലേഷ്യയുടെ ആചാരപരമായ വരവേൽപ്പും നൽകി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഓഫീസിലായിരുന്നു ആചാരപരമായ വരവേൽപ്പ്. ഇതിനിടെ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിൽ ഇന്ത്യ-US വ്യാപാര കരാറും നരേന്ദ്രമോദി പരാമർശിച്ചു. ഇന്ത്യൻ സമൂഹം മോദിക്ക് നൽകിയ സ്വീകരണത്തിന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പങ്കെടുത്തു. UPA ഭരണകാലത്തുണ്ടാക്കിയ ആസിയാൻ കരാർ കേരളത്തിലടക്കം വലിയ എതിർപ്പിന് ഇടയാക്കിയിരുന്നു. ഇന്ത്യ-ചൈന ബന്ധം വഷളായതിനു ശേഷമാണ് ആസിയാൻ കരാറും ഇന്ത്യ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത്. കരാർ പുതുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കാനിരുന്നെങ്കിലും ഇത് 5-6 മാസം കൂടി നീളുമെന്നാണ് സൂചന. അമേരിക്കയുമായി അടക്കം വ്യാപാര കരാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൂടി ഗുണം ചെയ്യാവുന്ന രീതിയിൽ ആസിയാൻ കരാർ പൊളിച്ചെഴുതാനാണ് ശ്രമം. ഈ വർഷം തന്നെ കരാർ പുതുക്കും എന്ന സൂചനയാണ് പ്രധാനമന്ത്രി ഇന്ന് നൽകിയത്. ഇന്ത്യയിൽ ഭീകരവാദ കേസ് നേരിടുന്ന സക്കീർ നായിക്കിനെ കൈമാറാനുള്ള അപേക്ഷ ഇതുവരെ മലേഷ്യ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ ഭീകരവാദത്തെ എല്ലാ രീതിയിലും ഒന്നിച്ചു ചേർക്കുമെന്ന് ഇന്ത്യ-മലേഷ്യ സംയുക്ത പ്രസ്താവനയിൽ എഴുതി ചേർക്കാനായത് നേട്ടമായി. തമിഴ് സിനിമയുടെ പ്രോത്സാഹനമടക്കമുള്ള വിഷയങ്ങളിലാണ് രണ്ടു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചത്. മലേഷ്യയിലെ 30 ലക്ഷം ഇന്ത്യക്കാരിൽ പകുതിയോളം തമിഴ് വംശജരാണ്. മലേഷ്യയിൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി ഇന്ത്യ തുറക്കും. ഇന്നലെ ഇന്ത്യൻ സമൂഹം മോദിക്ക് നൽകിയ സ്വീകരണത്തിലും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ വർഷങ്ങളിൽ ശക്തമായെന്നും ഇനിയും ശക്തമാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.